Welcome to RK's Stories. ബിസിനസ്മാൻ ഭാഗം 20. ഡോക്ടറെ, കരച്ചിലിനിടയിൽ വാക്കുകൾ പതറിപ്പോയി. പേടിക്കണ്ട പാറുട്ടി, ഞാനേ ഒരു ബിസിനസ്സുകാരൻ കൂടിയാ. എല്ലാ തെളിവുകളും നമ്മുടെ പക്കലുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ആ ധനുഷിനെ വിളിച്ച് ഇക്കാര്യം ഒന്ന് പറയണം. ഏ, എന്തിന്? കരച്ചിലിനിടയിൽ ചോദിക്കുമ്പോഴും ഇങ്ങേർക്കിത് എന്തു പറ്റിയെന്നായിരുന്നു എന്റെ ചിന്ത. ഈ സമയത്ത് അവൻ ഇതൊക്കെ വിളിച്ചു പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇനി അതിന് പിന്നിലും എന്തെങ്കിലും ഉണ്ടാകുമോ? അതെ പാറുട്ടി, കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കണ്ട. നീ അവനെ വിളിച്ച് ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, കേട്ടല്ലോ. ചേർത്ത് പിടിച്ച കണ്ണുകൾ തുടച്ചു തന്നുകൊണ്ടാ അങ്ങേരത് പറഞ്ഞത്. എന്റെ ചിന്തകൾ കാട് കയറുന്നത് ഡോക്ടർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. തല കുലുക്കി. എന്നാ കുഞ്ഞവ കണ്ണു തുറച്ചേ? പറഞ്ഞെങ്കിലും ഡോക്ടർ തന്നെ കൈ ഉയർത്തി വീണ്ടും കണ്ണുകൾ തുടച്ചു തന്നു. അനു. എന്താ ഏട്ടാ? അവളുടെ സ്വരവും ചിലമ്പിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി വല്ലതും അറിയാവുന്ന നീ ആ എബിനെ വിളിച്ചൊന്ന് ചോദിക്കണം. മിക്കവാറും ഇത് അവിടെ നിന്ന് വന്ന പണിയാകാനാ സാധ്യത. ചോദിക്ക ഏട്ടാ. അച്ഛൻ നമ്മുടെ വക്കീലിനെ വിളിച്ചൊന്ന് പറയണം. നോൺ വെയിലബിൾ ഒഫൻസ് ആയിരിക്കും ചാർജ് ചെയ്യാൻ പോകുന്നത്. ചെയ്തത് ആരാണെങ്കിലും എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ സാറാണെങ്കിൽ സ്ഥലത്തുമില്ല. അതുകൊണ്ട് വക്കീലുമായിട്ട് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യണം. വിളിക്കേണ്ടവരെല്ലാം ഞാൻ വിളിച്ചോളാം, നീ ചെല്ല്. ഏതോ ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നത് പോലെ രണ്ടുപേരും കൈയൊക്കെ കൊടുക്കുന്നു. അപ്പോ മകൻ മാത്രമല്ല, അച്ഛനും ബിസിനസ്സുകാരൻ തന്നെ. എന്നാലും ഡോക്ടർ സാറെന്ന് പറഞ്ഞത് ആരെയായിരിക്കും? അപ്പോ പാറുട്ടി, ഞാൻ ദാ പോയി ദേ വന്നു. തമാശ പോലെ ചിരിച്ചുകൊണ്ട ഡോക്ടർ അത് പറഞ്ഞതെങ്കിലും ചിരിക്കാൻ കഴിഞ്ഞില്ല. കൈവീശി യാത്ര പറഞ്ഞിട്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങി കൊല്ലേറയിലേക്ക് കയറുന്ന ഡോക്ടറെ കണ്ണുനീര് കാഴ്ചയിൽ നിന്നും മറച്ചു കളഞ്ഞു. നടന്ന കാര്യങ്ങളൊന്നും ആരും പാലക്കാട്ടേക്ക് വിളിച്ചു പറയണ്ട. എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. എന്തായാലും നിശ്ചയം മാറ്റിവെക്കുകയൊന്നും വേണ്ട. എല്ലാവരും കേട്ടല്ലോ. ബൊലേറോ കണ്ണിൽ നിന്ന് മറഞ്ഞതും തളർന്നു നിന്ന ഞങ്ങളെ ഉണർത്തിയത് ഗോപിയച്ചന്റെ വാക്കുകളാണ്. തല കുലുക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലായിരുന്നു ആ സമയം. നിശ്ചയത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അല്പം മുന്നേ കൺമുന്നിൽ നടന്ന സംഭവങ്ങൾ മായ്ച്ചു കളഞ്ഞിരുന്നു. ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. ഫോൺ എടുത്ത് ധനുഷിനെ വിളിക്കുമ്പോൾ അനു ഐബിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. റിങ് ചെയ്ത ഉടനെ അവൻ ഫോൺ എടുത്തു. ഇതാര്? എന്ത് പറ്റിയപ്പോ വിളിക്കാൻ? നമ്മളൊക്കെ അങ്ങ് മറന്നു അല്ലേ? കോൾ കണക്ട് ചെയ്ത ഉടനെ കേട്ട വാക്കുകൾ അതായിരുന്നു. ശരിയാ, അവനെ വിളിച്ചിട്ട് നാളുകൾ കുറച്ചായി. പക്ഷെ അതേപ്പറ്റി സംസാരിക്കാനുള്ള സമയമല്ല ഇത്. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്താടി? അവന്റെ സ്വരത്തിലും ഗൗരവം നിറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അതോടൊപ്പം ഡോക്ടർ അവനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞതും പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോ അങ്ങേ തലക്കൽ അല്പനേരം നിശബ്ദമായി. അവൻ മിണ്ടാതിരുന്നപ്പോ വിളിച്ചു, ധനു. ഞാനും ഓർക്കുകയായിരുന്നു, എന്തിനായിരിക്കും ഡോക്ടർ എന്നോട് പറയാൻ പറഞ്ഞതെന്ന്. എനിക്കും അതാ മനസ്സിലാവാത്തെ. നിന്നെ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതിയെന്നാ എന്നോട് പറഞ്ഞത്. യെസ്, മനസ്സിലായി. എന്ത്? എടി, എന്റെ അമ്മയുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ ഇപ്പോഴത്തെ DGP ശിവജിത്ത്. പറഞ്ഞു വരുമ്പോ അങ്ങേരൊരു അമ്മാവനായിട്ട് വരും. അങ്ങേരെ അറിയിക്കാനായിരിക്കും മിക്കവാറും. നിനക്ക് അങ്ങനെ ഒരു അമ്മാവനുണ്ടോ? എനിക്ക് പോലും അറിയാത്ത കാര്യം ഡോക്ടർ എങ്ങനെ അറിഞ്ഞു? നീയല്ല മോളെ നിന്റെ ഡോക്ടർ. അങ്ങേരെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലുള്ളവരുടെ വരെ കാര്യങ്ങൾ മുഴുവനും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, അറിയോ? ആ കൂട്ടത്തിലെന്ന് അമ്മയുടെ ഈ കസിന്റെ കാര്യം പറഞ്ഞപ്പോ പുള്ളി അറിയാമെന്ന് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴാ ഓർമ്മ വന്നത്. അങ്ങനെ ഒരു അമ്മാവനുണ്ടായിട്ടാണോടാ നീ ജോലിയൊക്കെ തെണ്ടി നടന്നത്? അങ്ങനോട് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? ജോലി പുള്ളി സംഘടിപ്പിച്ചു തരുമായിരുന്നല്ലോ. എടി, നിനക്കെന്റെ സ്വഭാവം അറിയില്ലേ. അങ്ങനെ ഒരു കാര്യം ചെന്ന് ചോദിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഇപ്പോ അത് പറ്റില്ലല്ലോ. നിന്റെ ഡോക്ടർ എന്റെ സാറായി പോയില്ലേ. നീ എന്തായാലും ഫോൺ വെക്ക്, ഞാൻ പുള്ളിയെ വിളിച്ച് കാര്യം പറയട്ടെ. എന്നാ പിന്നെ എത്രയും പെട്ടെന്നൊന്ന് വിളിച്ചു പറയ്. എന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം. യെസ്, ഞാൻ വിളിക്കാം, നീ കട്ട് ചെയ്തോ. ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും അനു അടുത്തേക്ക് എത്തിയിരുന്നു. ചേച്ചി, ഏട്ടൻ പറഞ്ഞത് ശരിയാട്ടോ. ഇതിനു മുന്നിൽ ഐബിന്റെ അപ്പച്ചനാ. അവനിങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നത്രേ.
അവർ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി അവന്റെ ചേച്ചി അവനെ വിളിച്ചിരുന്നു. അവന്റെ അപ്പച്ചൻ അല്പം മുന്നേ ഇവിടെ നിന്ന് പോയ ആ ഇൻസ്പെക്ടർ ശങ്കറിനോട് സംസാരിക്കുന്നത് അവന്റെ ചേച്ചി യാദൃശികമായി കേട്ടെന്ന്. അവനും ഫ്രണ്ട്സും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതോടെ ഞങ്ങൾ ഇരുവരും ഗോപിയച്ഛനെ നോക്കി. അച്ഛൻ വക്കീലുമായി സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. വക്കീൽ എന്ത് പറഞ്ഞച്ചാ? അവൻ പറഞ്ഞതുപോലെ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരിക്കും ചാർജ് ചെയ്യുക. ഇന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കസ്റ്റഡിയിൽ വാങ്ങുമത്രേ. 2 ദിവസം ഇനി കോടതി അവധിയാണല്ലോ. അതുകൊണ്ട് ജാമ്യം കിട്ടണമെങ്കിലും 2 ദിവസം കഴിയുമെന്നാ വക്കീൽ പറഞ്ഞത്. ആരും അറിഞ്ഞു കളിച്ചതുപോലെ ഉണ്ടെന്നാ പുള്ളിയുടെ അഭിപ്രായം. അതുകൂടി കേട്ടതോടെ പൊട്ടി വന്ന കരച്ചിലടക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു നിന്നു. അമ്മ തളർന്നതുപോലെ വരാന്തയിലെ കസേരയിലേക്ക് ഇരുന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യൂ അച്ഛാ? അനുവിന്റെ ചോദ്യം കേട്ട് ഗോപിയച്ഛൻ ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ ഐബിന്റെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നത് കണ്ടു. കാറ് വന്നു നിന്ന് അതിൽ നിന്നും അവനും കൂട്ടുകാരും ഇറങ്ങുമ്പോഴേക്കും ഗോപിയച്ഛൻ വീടിന്റെ വാതിൽ വീണ്ടും തുറന്നിരുന്നു. കയറി വന്ന പാടെ ഐബിൻ ആദ്യം ചോദിച്ചത് ആ ഫെലിക്സ് എന്ന പയ്യന്റെ അഡ്രസ് ആയിരുന്നു. ഐബിൻ, നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? അനുവിന്റെ ചോദ്യത്തിൽ ആകാംക്ഷയും ഭയവും നിഴലിച്ചിരുന്നു. വേറൊന്നും ചെയ്യാനില്ലാനു, നേരെ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനെ കണ്ട് സംസാരിക്കുക. ഈ പരാതിക്ക് പിന്നിൽ അപ്പച്ചനാണെന്ന കാര്യം നമ്മൾ അറിഞ്ഞത് അവരോട് പറഞ്ഞാൽ അവർ ആ പരാതി പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാന്ന് ഇന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനും പറ്റും. അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം മുഴച്ചു നിന്നിരുന്നു. രക്ഷപ്പെടാൻ ഒരു പഴുത് കിട്ടിയ ആശ്വാസം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു. ആ പയ്യന്റെ വീടും അഡ്രസ്സും ഒക്കെ എനിക്കറിയാം. അന്ന് ആ കാശ് കൊടുക്കാൻ ആരൂട്ടന്റെ ഒപ്പം ഞാനും പോയിരുന്നു. നിങ്ങളുടെ കൂടെ ഞാനും വരാം. ഗോപിയച്ഛൻ അവരോടൊപ്പം പോകാൻ തയ്യാറായി. വേണ്ട വേണ്ട, അക്കാര്യം ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അച്ഛൻ ഇപ്പോൾ ചെയ്യേണ്ടത് പോലീസിൽ മുകളിൽ ആരെങ്കിലും അറിയാമെങ്കിൽ അവർ ഇക്കാര്യം അറിയിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോയിക്കോ. അവൻ അത് പറഞ്ഞപ്പോഴാ ധനുഷ് ഇപ്പോൾ അവന്റെ അമ്മാവനെ വിളിക്കുകയായിരിക്കുമല്ലോ എന്ന് ഓർത്തത്. എന്റെ ഫ്രണ്ടിന്റെ അമ്മാവനാ DGP ശിവജിത്ത്. അവൻ അയാളെ വിളിച്ച് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അപ്പച്ചന്റെ ഇൻവോൾവ്മെന്റിന്റെ കാര്യം കൂടി ചേച്ചി ഒന്ന് വിളിച്ചു പറയൂ. DGP ഇടപെട്ടാൽ ആ ശങ്കറിനെ മറികടക്കാനും നമുക്ക് വളരെ എളുപ്പമാകും. അപ്പച്ചൻ ചെയ്ത തെറ്റിനെതിരെ ഉറച്ചു നിൽക്കാനുള്ള അവന്റെ മനോഭാവം എനിക്കിഷ്ടപ്പെട്ടു. അനുവിന്റെ മുഖത്തും അഭിമാനം നിറഞ്ഞൊരു ചിരി മുട്ടിട്ടു. അമ്മയുടെയും അച്ഛന്റെയും പ്രതീക്ഷ നിറഞ്ഞ നോട്ടം കണ്ടപ്പോ പിന്നൊട്ടും അമാന്തിച്ചില്ല. ഉടനെ തന്നെ ധനുഷിനെ വിളിച്ച് ഐബിന്റെ അപ്പച്ചന്റെ കാര്യം അറിയിച്ചു. അവൻ ആ കാര്യവും അമ്മാവനെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഉത്കണ്ഠ നിറഞ്ഞ നിമിഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ധനുഷ് തിരിച്ചു വിളിച്ചു. അങ്ങനെ ഒരു സംഭവം ഈ പ്രശ്നത്തിന് പിന്നിലുണ്ടെങ്കിൽ മറ്റൊന്നും പേടിക്കാനില്ലെന്ന് അമ്മാവൻ പറഞ്ഞെന്നും പൈപ്പിലെ DYSP വിളിച്ച് കാര്യം പറയാമെന്നും ആരെങ്കിലും ആ DYSPയുടെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെയും കൂട്ടി ആ പയ്യന്റെ വീട് കാട്ടിക്കൊടുത്താൽ മതി, ബാക്കി ആ DYSP സംസാരിച്ചോളൂ എന്നും അവൻ പറഞ്ഞു. അത് മാത്രമല്ല, SHO ശങ്കർ ഡോക്ടർ വിൻസെന്റിന്റെ കൂടെ നിൽക്കുന്ന ആളായതുകൊണ്ട് തൽക്കാലം ഈ കാര്യങ്ങളൊന്നും സിറ്റി സ്റ്റേഷനിൽ അറിയിക്കുന്നില്ലെന്നും റോഡിന് കൂട്ടുനിന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി ആ പയ്യന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അയാൾ കൊടുത്ത പരാതി പിൻവലിപ്പിക്കാൻ സിറ്റി സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മാത്രം ശങ്കർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയാകുമെന്നും അമ്മാവൻ പറഞ്ഞെന്ന് ധനുഷ് പറഞ്ഞു. അത് കേട്ടതോടെ എല്ലാവർക്കും സമാധാനമായി. അതോടെ ഗോപിയച്ഛനും ഐബിന്റെയും കൂട്ടുകാരുടെയും ഒപ്പം പോകാമെന്ന് തീരുമാനിച്ചു. പിന്നീടെല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഗോപിയച്ഛനും ഐബിനും അവന്റെ കൂട്ടുകാരും വൈപ്പിനിലേക്ക് പോയപ്പോ ഞാനും അനുവും അമ്മയും കൂടി സ്റ്റേഷനിലേക്ക് തിരിച്ചു. അനുവ കാർ ഓടിച്ചത്. അമ്മ പിൻസീറ്റിൽ നിശബ്ദയായിരുന്നു. പക്ഷെ അനുവിന്റെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. ആ ശങ്കർ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ ഡോക്ടറെ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ ഭയം. ഓർത്തപ്പോ തന്നെ കയ്യും കാലും തളർന്നു. എങ്കിലും പതറിച്ച വെളിയിൽ കാട്ടാതെ സ്വയം സമാധാനപ്പെടുത്താൻ കൂടിയായിട്ട് അമ്മയോടും അനുവിനോടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. സിറ്റി സ്റ്റേഷനിലെത്തിയപ്പോ വക്കീൽ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹൈക്കോർട്ടിലെ പ്രഗത്ഭനായ വക്കീൽ ചന്ദ്രശേഖറാണ് ലീഗൽ അഡ്വൈസർ. ആദ്യമായിട്ട് കാണുക അദ്ദേഹത്തെ. പ്രായം 50-ന് മുകളിലുണ്ടെങ്കിലും കാഴ്ചയിൽ അത്രയും തോന്നിക്കാത്തൊരു വ്യക്തിത്വം. കാറിൽ നിന്ന് ഇറങ്ങിയതും അനുവാണ് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കേസിലെ പുതിയ ഡെവലപ്മെന്റ് അറിഞ്ഞതും അദ്ദേഹത്തിന്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. ഓ, ഇനി പേടിക്കാനില്ല. 2 ദിവസം കസ്റ്റഡിയിൽ കിടക്കേണ്ടി വരുമെന്നതായിരുന്നു എന്റെ ഭയം. ആ ശങ്കർ ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുക. നമുക്ക് SIയെ കണ്ടൊന്ന് സംസാരിക്കാം. അയാൾ പ്രശ്നക്കാരനല്ല, വരൂ.
സ്റ്റേഷന്റെ പടികൾ കയറി അദ്ദേഹത്തിന്റെ പിന്നാലെ അകത്തേക്ക് നടക്കുമ്പോൾ സിനിമയിലൊക്കെ കാണും പോലെ ഡോക്ടറെ ഇരുമ്പഴിക്കുള്ളിൽ കാണേണ്ടി വരില്ല എന്നായിരുന്നു പ്രാർത്ഥന. പടികൾ കയറി ചെന്നതും അകത്തെ മുറിയിൽ നിന്നും ആരുടെയൊക്കെ ഉറക്കെയുള്ള ചിരിയാണ് ഞങ്ങളെ വരവേറ്റത്. പോലീസുകാരാരോ ആണെന്ന് തോന്നുന്നു. ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ വക്കീൽ അവിടെ ഇരുന്ന ഒരു പോലീസുകാരനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ശേഷം അകത്തേക്ക് പോയ അയാളെയും കാത്ത് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും കേട്ടു ഉള്ളിൽ നിന്നും ഉറക്കെയുള്ള സംസാരവും ചിരികളും. എസ് ഐ ആയിരിക്കും. ആളുടെ ചിരി കേട്ടിട്ട് വലിയ കുഴപ്പക്കാരനെന്ന് തോന്നുന്നു. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. തിരികെ പുറത്തേക്കെത്തിയ പോലീസുകാരൻ പറഞ്ഞത് കേട്ട് വക്കീൽ ഞങ്ങളെ നോക്കി. ഞാനും കൂടി വരാം. അനുവോ അമ്മയോ പറയും മുന്നേ ചാടി കയറി പറഞ്ഞു. ശരി, വന്നോളൂ. വക്കീലിന്റെ കൂടെ അകത്തേക്ക് നടക്കുമ്പോൾ ഡോക്ടറെ കാണാൻ കഴിയുമോ എന്നതായിരുന്നു ആലോചിച്ചത്. എസ് ഐ കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ കാണാൻ സമ്മതിക്കുമായിരിക്കും. വക്കീലിനെ കൊണ്ട് ഒന്ന് ചോദിപ്പിക്കണം. ഓരോന്ന് ആലോചിച്ച് അകത്തേക്ക് കടന്നപ്പോ അവിടത്തെ കാഴ്ച കണ്ട് വാ പൊളിച്ചു നിന്നുപോയി. അകത്തെ അല്പം വിശാലമായ മുറിയിൽ 4-5 മേശകളുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർ. പോലീസുകാരെ കണ്ട് ഇത്രയ്ക്ക് അതിശയിക്കാൻ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവരിൽ നിന്നും മാറി അല്പം അകലെയായിട്ടിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്നവരെയും അതിന് നടുവിലിരിക്കുന്ന ആളെയും കണ്ടിട്ട എന്റെ കിളികൾ പാറിയത്. പുറത്തുനിന്നും വന്നപ്പോൾ കേട്ട ചിരിയും സംസാരവും ആ കൂട്ടരുടെയാ. 2-3 പേര് ആ ബെഞ്ചിലിരിപ്പുണ്ട്. അതിലൊരാളിട്ടിരിക്കുന്നത് ഒരു വെളുത്ത മുണ്ടും ചുവന്ന ചെക്ക് ഷർട്ടുമാ. കൈകൾ പിണച്ചു കെട്ടി കാലുകൾ നീട്ടിവെച്ച് ചാരിയിരിക്കുന്ന അയാളാ ഉറക്കെ സംസാരിക്കുന്നതും ഇടയ്ക്ക് ചിരിക്കുന്നതും. അയാൾക്ക് ചുറ്റിനുമായി 3-4 പേര് കൂടി നിൽപ്പുണ്ട്. ജീൻസും ഷർട്ടുമാ എല്ലാത്തിൻ്റെയും വേഷം. കണ്ടാൽ തന്നെ അറിയാം പ്രശ്നക്കാരാ. അവർക്കൊക്കെ നടുവിലായി ക്ലാസ് എടുക്കുന്ന സാറിനെ പോലെ ഇരിപ്പുണ്ട് നമ്മുടെ ബിസിനസ്സുകാരൻ. അങ്ങേരോട് സംസാരിക്കുന്നതിനിടയിലാ ആ മുണ്ടുടുത്ത ആൾ ഉറക്കെ ചിരിക്കുന്നത്. ഇങ്ങനെ പോലീസുകാരെ പിടിച്ചുകൊണ്ടുവന്ന് തന്നെയല്ലേ? ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട LKG മുതൽ ഒരുമിച്ച് പഠിച്ച കുറെ കൂട്ടുകാരെ ഒരുമിച്ച് കണ്ടതുപോലെയുണ്ട് മുഖം. ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇവരെല്ലാം കൂടി ഇങ്ങനെ ഒച്ച എടുത്തിട്ടും ചിരിച്ചിട്ടും ആർക്കും ഒരു പരാതിയുമില്ല. അങ്ങനെ കുറച്ചു പേര് അവിടെ നിൽപ്പുണ്ട് എന്ന പാപം പോലും ഇല്ലാതെയാ പോലീസുകാരുടെ ഇരിപ്പ്. ആ ഹാളിന്റെ ഒരു വശത്തായുള്ള മുറിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് SI രാംദാസ് എന്ന്. അതിനോട് ചേർന്നുള്ള മറ്റൊരു മുറിയുടെ മുന്നിൽ SHO ശങ്കർ എന്നും എഴുതി വെച്ചിരിക്കുന്നു. അകത്തേക്ക് ചെന്ന ഞങ്ങളെ കണ്ടതും ഡോക്ടർ ചാടി എഴുന്നേറ്റു. ആ പാറൂട്ടിയെ. ഡോക്ടറുടെ ആ വിളി കേട്ട് ചുറ്റിനു നിന്നവരും ഞങ്ങളെ നോക്കി. ഡോക്ടറുടെ മുഖവും അല്പമൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും നേരം കുഴപ്പമൊന്നുമില്ലാത്ത പോലെയായിരുന്നു ആളിരുന്നതെങ്കിലും ഞങ്ങളെ കണ്ടപ്പോ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും മുഖത്ത് നിറഞ്ഞതുപോലെ. അമ്മയെ പിരിഞ്ഞു നിന്ന കുഞ്ഞിനെ പോലെ തോന്നി ആ മുഖം കണ്ടപ്പോ. വല്ലാത്തൊരു വാത്സല്യം നെഞ്ചിൽ തുടിക്കുന്നു. ഓടിച്ചെന്ന് ആ മുഖം വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ തോന്നിപ്പോയി. ഡോക്ടറുടെ വൈഫാണോ? അതിനിടയിൽ ആ ചെക്ക് ഷർട്ടുകാരൻ ചോദിക്കുന്നത് കേട്ടു. അതെ. ചേച്ചി നമസ്കാരം. ചേച്ചിയുടെ ഡോക്ടറാണ്, പൊളിയാകട്ടോ. അയാൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പറയുക. വക്കീൽ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നപ്പോ അക്കൂടെ ഞാനും ചെന്നു. കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ കണ്ണിറുക്കി കാട്ടിയിട്ട് വിരലുകളിൽ കോർത്തു പിടിച്ചു. ഒന്നുകൂടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ മനസ്സ് കൊതിച്ചു. ഒന്നും പേടിക്കണ്ട പാറൂട്ടിയെ, എല്ലാം ശരിയാവും കേട്ടോ. തല ആട്ടിയതേയുള്ളൂ. സംസാരിച്ച ചിലപ്പോ കരഞ്ഞു പോകും. അല്ലേലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഐബിന്റെ അപ്പച്ചനാ. വക്കീല് പറഞ്ഞത് കേട്ടതും ആ മുഖം പ്രകാശിക്കുന്നത് കണ്ടപ്പോഴാ ആശ്വസിപ്പിക്കലൊക്കെ ഞങ്ങൾ പേടിക്കാതിരിക്കാനായിരുന്നു എന്ന് മനസ്സിലായത്. ആൾക്കും ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വക്കീൽ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ആ ചെക്ക് ഷർട്ടുകാരനും എഴുന്നേറ്റ് അടുത്തു വന്നു നിന്ന് കേൾക്കുന്നുണ്ട്. ആ പന്ന കഴിവരുവന്റെ കൈയും കാലും അങ്ങ് തല്ലുപിടിച്ച് കളഞ്ഞാലോ ഡോക്ടറെ? ഡോക്ടർ വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞതും ആ ചെക്ക് ഷർട്ടുകാരൻ കൈകൾ കൂട്ടി തിരുമ്മി ചാടി. അടങ്ങ് ഷംസു, അവസരം തരാം. ഡോക്ടർ അയാളെ ആശ്വസിപ്പിക്കുന്നു. അത് ശരി, അപ്പൊ ഏതോ കൊട്ടേഷൻ ടീമാണ്. കുറച്ചു മുന്നേ അയാൾ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം.
ഞങ്ങൾ എന്തായാലും ഒന്ന് എസ് ഐയെ കണ്ടിട്ട് വരാം. വക്കീൽ പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് ഡോക്ടർ കൈകൾ മോചിപ്പിക്കാൻ ശ്രമിച്ചപ്പോ വിട്ടുകൊടുക്കാൻ മടിച്ചതുപോലെ ഒന്നുകൂടി ആ കൈകളിൽ അമർത്തി പിടിച്ചു. ഐ ആം ഓക്കെ പാറൂട്ടി, പോയിട്ട് വാ കേട്ടോ. മനസ്സില്ലാ മനസ്സോടെ കൈകൾ വിട്ടുകൊണ്ട് എസ് ഐയുടെ മുറിക്ക് നേരെ നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ കാട്ടുന്നു. കുസൃതി ആ മുഖത്തേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തോടെയാ വക്കീലിന് പിന്നാലെ എസ് ഐയുടെ മുറിയിലേക്ക് കയറിയത്. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നത് കൂടാതെ കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.